നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. ബഹ്റിൻ ഇന്റർനാഷണൽ എയർ ഷോ 2024 ഭാഗമായി ലിയനാർഡോ SPAയുമായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഡോക്ടർ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അഹമ്മദ് അൽ ഖലീഫ കരാറിൽ ഒപ്പുവച്ചു. ബഹ്റിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിരീക്ഷണവും റഡാർ സംവിധാനങ്ങളും നവീകരിക്കാനാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിനനുസൃതമായി വ്യോമയാന മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ബഹ്റിന്റെ പദ്ധതിയുടെ ചുവടുവെപ്പാണ് ഇത്. എയർ നാവിഗേഷൻ സേവനങ്ങളിൽ സുരക്ഷയുടെയും ഗുണനിലവാരത്തിന്റെയും ഉയർന്ന നിലവാരം കൈവരിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിജ്ഞാബദ്ധതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബഹ്റിൻ ഇന്റർനാഷണൽ എയർ ഷോയിൽ ഇന്ത്യൻ എയറോബാറ്റിക് ടീം സാരംഗിന്റെ 4 ഹെലികോപ്റ്ററുകളുടെ അഭ്യാസ പ്രകടനം ശ്രദ്ധേയമായി. എയർ ഷോയ്ക്കിടെ എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് 3:30 സാരംഗ് ടീമിന്റെ അഭ്യാസ പ്രകടനം നടക്കുക. സാരംഗിന്റെ പങ്കാളിത്തം ബഹ്റിനുമായുള്ള ബന്ധവും സഹകരണവും ശക്തമാക്കുന്നതിനുള്ള ഇന്ത്യയുടെ സമർപ്പണത്തെ പ്രതിഫലിപ്പിക്കുന്നു. 2002 രൂപവത്കരിക്കപ്പെട്ട സാരംഗ് ടീം ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ മികവിന്റെ ഉദാഹരണമാണ്. കലാലയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 14ാം എഡിഷൻ ബഹ്റിൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവിന്റെ അവസാനഘട്ട കലാസാഹിത്യ മത്സരങ്ങളും സാംസ്കാരിക സമ്മേളനവും നാളെ ഗലാലി യൂസുഫ് അഹമ്മദ് അബ്ദുൽ മാലിക് ഓഡിറ്റോറിയത്തിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന മത്സര പരിപാടികൾ വൈകിട്ടോടെ അവസാനിക്കും. ശേഷം നടക്കുന്ന വിപുലമായ സാംസ്കാരിക സമ്മേളനത്തിൽ ബഹ്റിനിലെ പ്രമുഖ അറബി വ്യക്തിത്വങ്ങളും മലയാളി പ്രവാസി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും പങ്കെടുക്കുന്നതായിരിക്കും. SSF കേരള സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുനീർ അഹ്ദൽ തങ്ങൾ, മദനിയം അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം എന്നിവർ വിശിഷ്ടാതിഥികളായി പരിപാടിയിൽ പങ്കെടുക്കും. റിഫ, മനാമ, മുഹറക് എന്നീ സോണുകളിൽ നിന്നുള്ള 300-ൽ പരം പ്രതിഭകൾ നാഷണൽ പ്രവാസി സാഹിത്യോത്സവ മത്സരത്തിന്റെ ഭാഗമാകും. യൂണിറ്റ്, സെക്ടർ, സോൺ മത്സരങ്ങളിൽ നിന്നും 1ാം സ്ഥാനം നേടിയവരാണ് നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുക. മാപ്പിളപ്പാട്ട്, ഖവാലി, നഷീദ, ദഫ്, പ്രസംഗം, കവിതാപാരായണം തുടങ്ങി 70ഓളം മത്സരങ്ങൾ 8 വിഭാഗങ്ങളിലായാണ് നടക്കുക. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന മദനിയം മജ്ലിസിന് പ്രമുഖ പണ്ഡിതൻ അബ്ദുൽ ലത്തീഫ് സഖാഫി കാന്തപുരം നേതൃത്വം നൽകും. സ്ത്രീകൾക്ക് പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. UAE ദേശീയ ദിനാഘോഷത്തിന് പുതിയ പേര്. ഇനി മുതൽ ഈദ് അൽ ഇത്തിഹാദ് എന്ന പേരിലാകും ദേശീയ ദിനാഘോഷങ്ങൾ അറിയപ്പെടുക. ഡിസംബർ 2 UAEയുടെ ദേശീയ ദിനം. ഇതോടൊപ്പം ദേശീയ ദിനത്തിന്റെ ഭാഗമായുള്ള അവധികളും സർക്കാർ പ്രഖ്യാപിച്ചു. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നവംബർ 14 ഇന്ത്യയൊട്ടാകെ ശിശുദിനം ആഘോഷിക്കുന്നു. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 134ാം ജന്മദിനം. കുഞ്ഞുങ്ങളെ ജീവന് തുല്യം സ്നേഹിച്ച പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്. അലഹബാദിൽ 1889 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജനനം. സ്വാതന്ത്ര്യ സമര സേനാനി, എഴുത്തുകാരൻ, വാഗ്മി, രാഷ്ട്രതന്ത്രജ്ഞൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രശസ്തനായ നെഹ്റു ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചയാളായാണ് വിലയിരുത്തപ്പെടുന്നത്. 1964 ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് ശേഷമാണ് പാർലമെന്റ് അദ്ദേഹത്തിന്റെ ജന്മദിന ദിവസമായ നവംബർ 14 ശിശുദിനമായി പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ മരണത്തിന് മുമ്പ് നവംബർ 20 ഇന്ത്യ ശിശുദിനം ആചരിച്ചിരുന്നത്. ഐക്യരാഷ്ട്രസഭ ലോക ശിശുദിനമായി ആചരിച്ച ദിവസമായിരുന്നു അത്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ജന്മദിനം ശിശുദിനമായി ആചരിക്കുകയായിരുന്നു. ചാച്ചാജിയുടെ വേഷമണിഞ്ഞും പനിനീർപ്പൂ നെഞ്ചോട് ചേർത്തും ഇന്ന് രാജ്യത്ത് കുട്ടികൾ ശിശുദിനം ആചരിച്ചു. ചാച്ചാജി എന്ന ഓമന പേരിനാൽ നെഹ്റു എന്നും ഓർമ്മിക്കപ്പെടുന്നു. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല നട വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തുറക്കും. തന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നിലവിലുള്ള മേൽശാന്തിയായിരിക്കും നട തുറക്കുക. വൃശ്ചികപ്പുലരിയിൽ പുതിയ മേൽശാന്തിമാർ നട തുറന്ന് പൂജകൾക്ക് തുടക്കം കുറിക്കും. ദിവസം 80,000 പേർക്ക് ദർശനം നടത്താം. തന്ത്രിമാരായ കണ്ഠരർ രാജീവർ, കണ്ഠരർ ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് നിലവിലുള്ള മേൽശാന്തി PN മഹേഷ് നട തുറക്കും. പുതിയ മേൽശാന്തിമാരായ ശക്തികുളങ്ങര S അരുൺകുമാർ നമ്പൂതിരി ശബരിമലയിലും ഒളവണ്ണ വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറത്തും ചുമതലയേൽക്കും. മണ്ഡലപൂജ ഡിസംബർ 26 മകരവിളക്കിനായി ഡിസംബർ 30 വൈകിട്ട് 5 നട തുറക്കും. 70,000 പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും 10,000 പേർക്ക് എൻട്രി പോയിന്റ് ബുക്കിംഗ് വഴിയും പ്രവേശനം ലഭിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ തിരഞ്ഞെടുത്തു. ADM നവീൻ ബാബുവിന്റെ മരണത്തിനു പിന്നാലെ PP ദിവ്യ സ്ഥാനമൊഴിഞ്ഞതോടെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. UDF-ലെ ജൂബിലി ചാക്കോയെ 7-നെതിരെ 16 വോട്ടുകൾക്കാണ് രത്നകുമാരി പരാജയപ്പെടുത്തിയത്. വോട്ടെടുപ്പിൽ നിന്ന് PP ദിവ്യ വിട്ടുനിന്നു. എന്നാൽ രത്നകുമാരിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് PP ദിവ്യ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.